സോ വി ആർ ഇൻ ടു കോമിക്സ്. കോമിക്സിനെ പറ്റി സ്കോട്ട് മക്ലൗഡ് എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ ഒരു കോമിക് ബുക്കുണ്ട്. അതാണ് നിങ്ങളുടെ സിലബസിൽ ഇത്തവണ ഈ സെമസ്റ്ററിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഈ കോമിക്സ്? ഹൗ ക്യാൻ യു ക്രിയേറ്റ് കോമിക്സ്? നിങ്ങൾക്ക് വരയ്ക്കാനുള്ള സ്കില്ലുണ്ട്. ആ സ്കില്ല് വെച്ച് മാത്രം ക്യാൻ യു ക്രിയേറ്റ് കോമിക്സ്? സാധിക്കും. നമ്മുടെ റൈറ്റർ പറയുന്നത്, ഒരു സ്കില്ല് നമുക്ക് ആവശ്യമുള്ളത് യു ഹാവ് ടു ഇംപ്രൂവ് യുവർ ഫിഗർ വർക്ക്. ഒരു പടം വരയ്ക്കുന്ന ഒരാളിനെ വരയ്ക്കുക. ഇതൊക്കെ വളരെ ഹാർഡ് വർക്ക് കൊണ്ടും ട്രെയിനിങ് കൊണ്ടും മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ കോമിക്സിലെ ഫസ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഡ്രോയിങ് സ്കിൽ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ 1 ഒബ്സർവേഷൻ, 2 സ്റ്റഡി. ഇതിനപ്പുറം എന്താണ് ഈ ഒരു കോമിക്സ് ഉണ്ടാക്കാൻ വേണ്ടി, സൃഷ്ടിക്കാൻ വേണ്ടി വേണ്ടത്? മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോമിക്സ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിൽ പലർക്കുമുള്ള ധാരണയാണ് ഈ കോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, പിക്ചേഴ്സാണ്, വളരെ ലൈറ്റാണ്, വളരെ സീരിയസ് ആയിട്ടൊന്നുമില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ദീസ് ഡേയ്സ് ഈവൻ സീരിയസ് ഫിക്ഷൻ ആൻഡ് ഓൾസോ സീരിയസ് നോൺ ഫിക്ഷൻ, ഇവയുടെയൊക്കെ ഗ്രാഫിക് വേർഷൻ ഇറക്കാറുണ്ട്. ഉദാഹരണത്തിന് സേപ്പിയൻസ് വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഹ്യൂമൻ ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ കൾച്ചർ, ഇതൊക്കെയാണ്. അതിൻ്റെ തന്നെ ഗ്രാഫിക് ബുക്ക് ഇറങ്ങി കഴിഞ്ഞു. മിക്കവാറും പല ബുക്സിൻ്റെയും ഗ്രാഫിക് വേർഷൻസ് ഇറങ്ങാറുണ്ട്. സോ ദേ ആർ നോട്ട് ആസ് ലൈറ്റ് ആസ് യു തിങ്ക്. അങ്ങനെയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഈ പ്രിൻസിപ്പിൾസ്? അതാണ് ഫസ്റ്റ് വൺ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വാട്ട് ക്ലാരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഹൗ ദ സ്റ്റോറീസ് പേസ്ഡ്, ഫ്രെയിംഡ് ആൻഡ് റെൻഡേർഡ്. ഇതെങ്ങനെയാണ്, എത്ര സ്പീഡിലാണ് ഈ കഥ ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്. ദേ ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഹൗ ദ ഐസ് ഓഫ് ദ റീഡേഴ്സ് ആർ ഗൈഡഡ് ഫ്രം പാനൽ ടു പാനൽ. നമുക്കറിയാം, ഈ ഒരു കോമിക് ബുക്ക് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ പാനൽസ് ആണ് അല്ലേ? അവിടെ ഒരു ബോക്സ് കാണും, അടുത്ത ബോക്സ് കാണും, സ്റ്റോറി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ദ ഐസ് ഓഫ് ദ റീഡർ, ദേ ആർ ഗൈഡഡ് ഫ്രം വൺ പാനൽ ടു ദ നെക്സ്റ്റ് വൺ. അപ്പോൾ നമുക്ക് തന്നെ ഒരെണ്ണം വായിച്ചിട്ട് അടുത്ത പാനലിലേക്ക് നമ്മൾ കണ്ണോടിക്കുന്നത്, അതിൻ്റെ സ്കില്ല് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദെൻ ഹൗ ദ റീഡേഴ്സ് മൈൻഡ് ഇസ് പെർസ്വേഡഡ് ടു കെയർ വാട്ട് ഇറ്റ് സീസ്. ഉദാഹരണത്തിന് ഒരു രാജാവിൻ്റെ കഥയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വായിക്കുന്നതെങ്കിൽ, കോമിക്സ് കാണുന്നതെങ്കിൽ, രാജകുമാരൻ്റെ ആ ഒരു ഫസ്റ്റ് 2-3 പാനൽസ് കഴിയുമ്പോൾ, ഫസ്റ്റ് പേജ് കഴിയുമ്പം യു ഷുഡ് കെയർ അബൌട്ട് ദ പ്രിൻസ്. നിങ്ങൾക്ക് ആ പ്രിൻസ് നിങ്ങളുടെ ആരെങ്കിലും ആയിരിക്കണം. ഏത് സ്റ്റോറിക്കും ദാറ്റ് ഇസ് സമ്മൺ യു റിയലി കെയർ. എന്നാൽ മാത്രമേ ആ പ്രിൻസിന് എന്ത് സംഭവിക്കും, സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രിൻസ് തിരിച്ചു വരുമോ എന്നൊക്കെ പറയുന്ന ആധി നിങ്ങൾ വായനക്കാരുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. സോ യു ഷുഡ് കെയർ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കഥാപാത്രത്തിന് വായനക്കാർ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അവരെ കൊണ്ട് കെയർ ചെയ്യിപ്പിക്കാം, ഇതെല്ലാം സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലാണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ദേ ഡു ഇറ്റ് ഇൻ കോമിക്സ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഹൗ ആർട്ടിസ്റ്റ് കണക്ട് വിത്ത് റീഡേഴ്സ് ഓൺ എ ഹ്യൂമൻ ലെവൽ ത്രൂ ക്യാരക്ടർ ഡിസൈൻ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ്. എൻ്റെ ക്യാരക്ടർ അതിൻ്റെ എങ്ങനെ ഇരിക്കണം, അവൻ്റെ മുഖം, അവൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എങ്ങനെ വേണം, ബോഡി ലാംഗ്വേജ് എങ്ങനെ വേണം. ഇതൊക്കെ ഉപയോഗിക്കുമ്പം ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും എൻ്റെ റീഡറിന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ, അവൻ ഇഷ്ടപ്പെടുന്നതാണോ, അല്ലെങ്കിൽ അവൻ മടുപ്പ് തോന്നുന്നതാണോ എന്നൊക്കെ പറയുന്ന കുറേ കണ്ടീഷൻസ് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ഉള്ള ഡിസിഷനാണിത്. ഹൗ ഹോൾ വേൾഡ്സ് ആർ ക്രിയേറ്റഡ് ഇൻ ദ റീഡേഴ്സ് ഇമാജിനേഷൻ. ഓർമ്മ വരുന്നത്, കുട്ടിക്കാലത്ത് ഈ ഫാൻറ്റം കോമിക്സ് ഞാൻ ഒരുപാട് വായിക്കുന്ന എൻ്റെ ആ ജനറേഷൻ മുഴുവൻ. അപ്പോൾ അതിൽ പറയുന്ന ഈ ഒരു സ്കൾ കേവ് ഉണ്ട്, സ്കള്ളിൻ്റെ ഷേപ്പിലുള്ളൊരു ഗുഹയുണ്ട്. കീലാവി എന്ന് പറയുന്ന ഒരു തീരമുണ്ട്, ഒരു ഷോറുണ്ട്, സ്വർണ്ണ മണ്ണാണ് അവിടെ. ശരിക്കും കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ഈ കോമിക്സ് വായിച്ച് അതൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ സ്ഥലമാണ്. ഈ ലോകത്ത് എവിടെയോ ആ കീലാവി എന്ന് പറയുന്ന ആ ഗോൾഡൻ സാൻഡിൻ്റെ ഷോറുണ്ട്. ഇതൊക്കെ ആ ലോകം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ആൻഡ് വി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദർ ഇസ് സച്ച് എ പ്ലേസ് നെയിംഡ് കീലാവി സംവേ ഇൻ ദിസ് വേൾഡ്. പക്ഷേ അതൊരു ഇമാജിനറി പ്ലേസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വായനക്കാരൻ്റെ ഉള്ളിൽ എത്ര കൺവിൻസിങ് ആയിട്ടാണ് ആ വേൾഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അതും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു മിടുക്കാണ് അല്ലേ? ഹൗ വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ് ആർ കമ്പൈൻഡ് ടു ക്രിയേറ്റ് എഫക്ട്സ് ദാറ്റ് നൈദർ കുഡ് ക്രിയേറ്റ് സെപ്പറേറ്റ്ലി. യുനോ കോമിക്സിൽ ഈ യൂസ് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ്, ദെൻ വൈ ഡു നീഡ് ടെക്സ്റ്റ്? പിന്നെ അതിൽ ടെക്സ്റ്റ് എന്താണ്? പക്ഷേ ഈ ടെക്സ്റ്റും ആ പിക്ചേഴ്സും കൂടെ ഉള്ളൊരു കോമ്പിനേഷനുണ്ട്. പിക്ചർ പറയാത്ത കാര്യങ്ങൾ നമ്മൾ ലാംഗ്വേജിൽ പറയും, വേർഡ്സിൽ പറയും. വേർഡ്സിലില്ലാത്ത കാര്യങ്ങൾ ലാംഗ്വേജ്. ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് പോകുന്നത്. ഭയങ്കര ഒരു കൊടുക്കൽ വാങ്ങലാണ് ശരിക്കും വേർഡ്സും ടെക്സ്റ്റും ഡയലോഗ്സും അതുപോലെ ഈ പിക്ചേഴ്സും കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്സ് ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈസ് ദ എനി പ്രോപ്പർ വേ ടു ക്രിയേറ്റ് കോമിക്സ്? നോ. ഇൻ ഫാക്ട് ദർ ആർ സോ മെനി വേസ്, മെനി ക്രിയേറ്റീവ് വേസ്. ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ദ ഫേസ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്: ക്ലാരിറ്റി, പെർസുവേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി. എന്താണ് ഈ റൈറ്റിംഗ് വിത്ത് പിക്ചേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഈ ക്ലാരിറ്റി, പെർസുവേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി. എന്താണ് ക്ലാരിറ്റി? നമുക്കറിയാം, കൃത്യമായിരിക്കണം, ലളിതമായിരിക്കണം, അവന് കിട്ടണം. 2, പെർസ്യൂഡ് ചെയ്യണം, അതായത് അവൻ ഈ കഥയിലേക്ക് അവനെ പിടിച്ചിങ്ങനെ കൊണ്ടുവരണം. മൂന്നാമത്തെ ഇൻറ്റൻസിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കണം ഉണ്ടാവാൻ. വി വോണ്ട് 2 തിങ്സ് ഫ്രം ദി ഓഡിയൻസ്. ഒന്ന്, വി വോണ്ട് ഹിം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ഹാവ് ടു ടെൽ ഹിം. നമ്മൾ അവനോട് പറയുന്ന അവന് കൃത്യമായിട്ട് മനസ്സിലാവണം. 2, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വി വോണ്ട് ദം ടു കെയർ ഇനഫ് ടു സ്റ്റിക്ക് അറൗണ്ട് ടിൽ വി ആർ ഡൺ. അതായത് കഥ പറഞ്ഞു തീരുന്നത് വരെ അവൻ ഞാനുണ്ടാക്കുന്ന കഥാപാത്രത്തിനോട് ചേർന്ന് നിൽക്കണം. അല്ലെങ്കിൽ അവൻ പകുതി എത്തി അടച്ചിട്ട് പോകും, അവൻ്റെ പണി നോക്കി പോകും. അല്ലെങ്കിൽ അവൻ അപ്പം മൊബൈലിൽ അവൻ ഇൻസ്റ്റാ സെർച്ച് ചെയ്ത് അടുത്ത റീലിലേക്ക് പോകും. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനുണ്ടാക്കുന്ന ഈ കഥാപാത്രത്തിനെ വിട്ട് അവന് പോകാൻ പറ്റില്ല, അവന് സമാധാനം കിട്ടില്ല. കാര്യം ഹി സ്റ്റാർട്ടഡ് കെയറിങ് അബൌട്ട് ദി ക്യാരക്ടേഴ്സ് വി ഹാവ് ക്രിയേറ്റഡ്. ആ സ്കില്ല് എങ്ങനെ ഉണ്ടാക്കാം? ഇതൊക്കെയാണ് നാളെ വരയ്ക്കുമ്പോഴാണെങ്കിലും, ഒരു സിനിമ ഉണ്ടാക്കാൻ നേരത്താണെങ്കിലും, തിരക്കഥ എഴുതാൻ നേരത്താണെങ്കിലും, എന്ത് ക്രിയേറ്റീവ് വർക്കിനും നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം, നിങ്ങളുണ്ടാക്കുന്ന കഥാപാത്രത്തിന് വായനക്കാരൻ കെയർ ചെയ്ത് തുടങ്ങണം. സോ ലെറ്റ്സ് ലേൺ ദ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലാരിറ്റി. സോ കോമിക്സ് റിക്വയർ us ടു മേക്ക് എ ചോയ്സ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ കോൺസ്റ്റൻറ്റ് സ്ട്രീം ഓഫ് ചോയ്സസ് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഏതെടുക്കണം, ഏതായിരിക്കണം ചൂസ് ചെയ്യാൻ? ഫോർ എക്സാമ്പിൾ ഇൻ ദ വേൾഡ് ഓഫ് ഇമേജറിങ്, പിന്നെ പേസിങ്, ഇതിൻ്റെ സ്പീഡ്, ഡയലോഗ്, വാട്ട് വേർഡ്സ് ടു യൂസ്, അതുപോലെ കോമ്പോസിഷൻ, എൻ്റെ പാനലിനകത്ത് ഓരോന്ന് എങ്ങനെ വരണം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ റൈറ്റർ ഇതിന് 5 വിഭാഗമായിട്ട്, അല്ലെങ്കിൽ 5 ബേസിക് ടൈപ്സ് ആയിട്ട് നമുക്ക് വേണ്ടി തിരിക്കുകയാണ്. അപ്പം എക്സാമിന് നിങ്ങൾക്ക് 5 ബേസിക് ടൈപ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിതാ വരുന്നതാണ്, മറക്കരുത്. ദ ഫസ്റ്റ് വൺ ഇസ് ചോയ്സ് ഓഫ് മൊമെൻറ്റ്. അത് വിശദമായിട്ട് പറയാം, തൽക്കാലം ഇത്രമാത്രം നിങ്ങൾ കേട്ടാൽ മതി. ഡിസൈഡിങ് വിച്ച് മൊമെൻറ്റ്സ് ടു ഇൻക്ലൂഡ് ഇൻ കോമിക്സ് ആൻഡ് വിച്ച് ടു ലീവ് ഔട്ട്. ഏതിനെ ഇൻക്ലൂഡ് ചെയ്യണം, ഏതിനെ പുറന്തള്ളണം, അതാണ് ചോയ്സ് ഓഫ് മൊമെൻറ്റ്. ഏതൊക്കെ മൊമെൻറ്റ്, ഒരാളുടെ ലൈഫാണ്, ഒരാളുടെ ഒരു യുദ്ധത്തിനാണെങ്കിൽ, ഞാൻ യുദ്ധത്തിന് പോകുന്നതാണ് കോമിക്കെങ്കിൽ ഞാനിവിടെ രാവിലെ പല്ലിയിക്കുന്നൊന്നും എടുക്കേണ്ട, അതൊരു പാനലിൽ കാണിക്കേണ്ട കാര്യമില്ല അല്ലേ? സോ which moments to include in comics and which to leave out, and choice of moments. Second one is choice of frame. Frame എന്ന് പറഞ്ഞാൽ choosing the right distance and angle to view these moments and where to trim them. ഒരു എത്ര ഡിസ്റ്റൻസിലാണ്, ഇപ്പം ഞാൻ എന്ന് പറയുന്ന ആ കോമിക്കിലൊരു കഥാപാത്രമാണെന്ന് വെച്ചു, അപ്പോൾ എൻ്റെ ക്ലോസപ്പ് കാണിക്കാം, എൻ്റെ കുറച്ചും കൂടെ ദൂരെയുള്ള ഇത് കാണിക്കാം, അങ്ങ് വളരെ ഡിസ്റ്റൻസിലുള്ള കാണിക്കാം. അപ്പോൾ ഇത് പിന്നെ അതുപോലെ എൻ്റെ അടുത്ത് നിൽക്കുന്നവരെ ആ ഫ്രെയിമിൽ ഉൾപ്പെടുത്താം, അവരെ കട്ട് ചെയ്ത് എന്നെ മാത്രം കാണിക്കാം. ഇങ്ങനെ 100,000 ചോയ്സസ് ആണ്. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് മറന്നുപോയില്ലല്ലോ, ചോയ്സ് ഓഫ് മൊമെൻറ്റ്. ഏതെല്ലാം ഘട്ടങ്ങൾ നമുക്ക് ആ കോമിക്കിൽ കൊണ്ടുവരാം. രണ്ടാമത്തെ ചോയ്സ് ഓഫ് ഫ്രെയിം, അതിൻ്റെ ഫ്രെയിമിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം, അതുപോലെ ഫ്രെയിം എത്ര ദൂരത്ത് പിടിക്കണം, എത്ര അടുത്ത് കൊണ്ടുവരണം, ചോയ്സ് ആണ് അഗെയിൻ. മൂന്നാമത്തത് ചോയ്സ് ഓഫ് ഇമേജ്, റെൻഡറിങ് ദി ക്യാരക്ടേഴ്സ്, ഓബ്ജക്ട്സ് ആൻഡ് എൻവയൺമെൻറ്റ്സ് ക്ലിയർലി. അതായത് കഥാപാത്രങ്ങൾ, പിന്നെ അതുപോലെ ഓബ്ജക്ട്സ്, അതുപോലെ എൻവയൺമെൻറ്റ്സ് ക്ലിയർലി. ഇത് ഓരോന്നും ഏതൊക്കെ കാണിക്കണം, ഏതൊക്കെ എൻ്റെ ഫ്രെയിമുകളിൽ കൊണ്ടുവരണ്ട എന്നുള്ള ചോയ്സ്, അതാണ് ചോയ്സ് ഓഫ് ഇമേജ്. ഇമേജിൻ്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ ചോയ്സ്. നാലാമത്തത് ചോയ്സ് ഓഫ് വേർഡ്സ്. നിങ്ങൾക്കറിയാം കോമിക്സിൽ
ഈ തോട്ട് ബബിളും ഡയലോഗ് ബബിളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വേർഡ്സിലാണ് സംസാരിക്കേണ്ടത്, അതൊക്കെ ഭയങ്കര എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്. ടിൻറ്റിൻ കോമിക്സിൽ ക്യാപ്റ്റൻ ഹാഡക്, അദ്ദേഹമാണെങ്കിൽ ഈ ഇംഗ്ലീഷിൽ ആർക്കും ബ്ലിസ്റ്ററിങ് ബേണാക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് ആർക്കും മനസ്സിലാവാത്ത തെറിയാണ്. പക്ഷേ ആ തെറി അങ്ങനെ ദേഷ്യം വരുമ്പോഴെല്ലാം ഈ തെറി വിളിക്കുകയാണ്. പക്ഷേ അതിൻ്റെ മീനിങ് ഒന്നും ആർക്കും അറിഞ്ഞുകൂടെങ്കിൽ പോലും ഈ കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഈ അയാളുടെ ക്യാരക്ടറിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ആ തെറിവിളി എന്ന് പറഞ്ഞെങ്കിൽ, അയാളുടെ ദേഷ്യവും അയാളുടെ തെറിവിളിയും. അപ്പോൾ അത് ഭയങ്കര അമ്യൂസിങ് ആയിരുന്നു അത്. അപ്പം ഏതൊക്കെ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം വേണ്ട എന്നുള്ളത് അതും ഒരു ചോയ്സാണ്. ചോയ്സ് ഓഫ് വേർഡ്സ്. അഞ്ചാമത്തത് ചോയ്സ് ഓഫ് ഫ്ലോ. ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡിങ് ത്രൂ ആൻഡ് ബിറ്റ്വീൻ പാനൽസ് ഓൺ എ പേജ് ഓഫ് സ്ക്രീൻ. നമ്മളെങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും ഈ പാനൽസ് വഴി, അത് വിശദമായിട്ട് ഇനി പറയുന്നേ ഉള്ളൂ. അപ്പോൾ 5 ടൈപ്സാണ്. ഫസ്റ്റ് വൺ ദ ചോയ്സ് ഓഫ് മൊമെൻറ്റ്, സെക്കൻഡ് വൺ ചോയ്സ് ഓഫ് ഫ്രെയിം, തേർഡ് വൺ ചോയ്സ് ഓഫ് ഇമേജ്, ഫോർത്ത് വൺ ചോയ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ ചോയ്സ് ഓഫ് ഫ്ലോ. ഇനി ഇൻ ഡീറ്റെയിൽ. ഡിസൈഡിങ് വിച്ച് മൊമെൻറ്റ്സ് ടു ഇൻക്ലൂഡ്. ഏതൊക്കെ മൊമെൻറ്റിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണ്ട തീരുമാനിക്കുന്ന ആ ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ദിസ് ഇസ് ദ റഫ് പ്ലാനിങ് സ്റ്റേജ്. നമ്മൾ ഈ കോമിക്സ് ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ, പ്ലാനിങ് സ്റ്റേജാണ്. സ്റ്റോറി ഈവൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു റീഡബിൾ ചങ്ക്സ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഇമാജിൻ ദാറ്റ് എ മാൻ ഇസ് വാക്കിംഗ്. ആ വാക്ക് ചെയ്യുന്ന സമയത്ത് സഡൻലി ഹി സോ സംതിങ് ഓൺ ദി ഫ്ലോർ. നോക്കുമ്പോൾ എന്താ, ഒരു കീ. ആൻഡ് ഹി പിക്ക് ദാറ്റ് അപ്പ്. ഹി പിക്ക് ദാറ്റ് അപ്പ് ഫ്രം ദി ഗ്രൗണ്ട് ആൻഡ് ഹി കണ്ടിന്യൂസ് വാക്കിംഗ്. എന്നിട്ട് ഹി റീച്ചസ് ദ ഡോർ. He opens the door. Using the key, he opens the door. And once he opens it, a lion leaps upon him. ഇത്രയാണ്. അപ്പോൾ ഇനി ഇപ്പം നിങ്ങൾ ഈ കോമിക്സ് വരയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു 100 ചോയ്സസ് ഉണ്ടാവും. ആദ്യം ആ മനുഷ്യൻ നടക്കുന്നത് അത് കാണിക്കാം. ഒരു ഫ്രെയിമിൽ അയാൾ നടക്കുന്നപ്പോൾ ഡയറക്ഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങളെപ്പോഴും വായനക്കാരൻ്റെ കണ്ണുകളിലൂടെയാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓരോ പാനലിലെയും കാണുന്നത്. ഞാൻ ഇങ്ങനെ വരച്ചാൽ വായനക്കാരൻ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ്. സോ വാക്കിംഗ്, അതൊരു കുറച്ച് ഡിസ്റ്റൻസിൽ അയാൾ നടക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ദ റീഡർ വിൽ അസ്യൂം ദാറ്റ് ഹി ഈസ് വാക്കിംഗ് ടു സം പ്ലേസ്. ദെൻ ദർ ഇസ് എ കീ ഓൺ ദി ഫ്ലോർ. അപ്പോൾ കീയുടെ ഒരു ക്ലോസപ്പ് വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യും? ക്ലോസപ്പ് ഓഫ് ദി കീ. ഹി ലുക്സ് ഡൗൺ, താഴോട്ട് നോക്കും. അത് ഒരു ഫ്രെയിമാണ്. അടുത്ത ഫ്രെയിമിൽ കാണിക്കുന്നത് ഒരു കീ ആണ്. അപ്പോൾ ആ കീ എന്ന് പറയുന്ന ഫ്രെയിം നിങ്ങൾ അതില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച്, ദ റീഡർ വിൽ ബി കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഹി വോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ലുക്സ് ഡൗൺ. പിന്നെ അതിനൊക്കെ അത് പിക്ക് ചെയ്യുന്നൊരു ഫ്രെയിമും കൂടെ വേണ്ടേ? അത് കഴിഞ്ഞ് ഹി കണ്ടിന്യൂസ് വാക്കിംഗ് എന്ന് പറയുന്നൊരു അടുത്ത ഫ്രെയിം വേണ്ടേ? ദെൻ ഹി റീച്ചസ് ദ ഡോർ ആകുമ്പോഴത്തേക്ക് അയാളുടെ കയ്യിൽ ഇങ്ങനെ ഈ ഒരു സെക്കൻഡ് ഈ കീ ആണോ എന്നുള്ളത് നോക്കുന്ന ഒരു സെക്കൻഡ്, ഒറ്റ ഫ്രെയിം മതി. അത് കഴിഞ്ഞ് ഇയാൾ ആ കീ ഉപയോഗിച്ച് ഡോറ് തുറക്കുമ്പം ഈ ലയൺ ലീപ്പ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്, ആ ഫ്രെയിം. ഇത്രയായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഈ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി എത്ര ഫ്രെയിംസ് നമുക്ക് വരുത്തണം? ഒരാളിപ്പം കീ എന്നാലോചിക്കും, നമുക്ക് ഇതിൻ്റെ പേസ്, ഈ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഭയങ്കര രസകരമാണ് ഈ കോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരാൾ താഴേക്ക് നോക്കുമ്പം ആ കീ കിടക്കുന്നത് അടുത്ത ഫ്രെയിമാണ്. പിന്നെ അയാൾ പിക്ക് ചെയ്യുന്നത് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ഒരു 2 ഫ്രെയിമും കൂടെ യൂസ് ചെയ്യാൻ. ആ കീ കാണിക്കുന്നു, അടുത്ത ഫ്രെയിമിൽ ഇയാളെ കാണിക്കുന്നു, വീണ്ടും അടുത്ത ഫ്രെയിമിൽ ആ കീ കാണിക്കുന്നു, വീണ്ടും അടുത്ത ഫ്രെയിമിൽ അയാളെയും കീയും കൂടെ കാണിക്കുന്നു, വീണ്ടും അടുത്ത ഫ്രെയിമിൽ അയാൾ കുനിന്ന് കാണിക്കുന്നു. ഈ 3-4 ഫ്രെയിംസ് കൂട്ടിക്കഴിഞ്ഞാൽ ദ ഹോൾ മീനിങ് വിൽ ചേഞ്ച്. നൗ യു ഗെറ്റ് ദിസ് ഐഡിയ, ഓർ ദ റീഡർ ഗെറ്റ് ദിസ് ഐഡിയ ദാറ്റ് എന്താണ്, അയാൾ ചിന്തിക്കുകയാണ്, എന്തോ പ്രശ്നം അയാൾ ചിന്തിച്ചുണ്ടാക്കുകയാണ്. ആ കീ വേണോ വേണ്ടെന്നൊക്കെ, എടുക്കണോ വേണ്ടെന്നൊക്കെ അയാൾ ആലോചിക്കുകയാണ്. ആ റീഡറിന് ആ മെസ്സേജ് എങ്ങനെയാണ് കിട്ടിയത്? കാര്യം നിങ്ങളവിടെ കൂടുതൽ ഫ്രെയിംസ് ആഡ് ചെയ്ത് ഇല്ലേ? അപ്പോൾ റീഡറിൻ്റെ ഈ ക്യാരക്ടറിൻ്റെ മൈൻഡിലോട്ട് കൗതുകം കാരണം ഈ റീഡറിന് കയറാനുള്ള അവസരം നിങ്ങളുണ്ടാക്കി. പക്ഷേ നിങ്ങൾക്കതല്ല വേണ്ടത്. അവിടെ ഈ റീഡർ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചിന്തിക്കുന്നതൊന്നും റീഡറിന് ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ സംഭവമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അയാൾ എപ്പോഴേ കുരിഞ്ഞ് താക്കോൽ എടുത്തുകൊണ്ട് പോയി തുറക്കുന്നു, ഇത് ചെയ്യുന്നു.
അവിടെ പേസ് കൂടി, സ്പീഡ് കൂടി ഇല്ലേ? ഈ പറയുന്ന അയാളുടെ മനോവ്യാപാരങ്ങളൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല. ഇനി ഇതിലേതെങ്കിലും ഫ്രെയിം കട്ട് ചെയ്താലോ? ആ കീ അയാൾ കുനിഞ്ഞെടുക്കുന്നത് കട്ട് ചെയ്താലോ, അല്ലെങ്കിൽ കീ കിടക്കുന്നത് കട്ട് ചെയ്താലോ, ആ ഫ്രെയിം വേണ്ടാന്ന് വെച്ചാലോ, റീഡറിന് മനസ്സിലാവില്ല ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഈ കീ. ക്ലാരിറ്റി പോയി ഇല്ലേ? അപ്പം ഒരുപാട് ചോയ്സസ് ആണ്. അപ്പോൾ സ്റ്റോറി പറയാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പാനൽസ്, ഈ ഫ്രെയിംസ് നമുക്കുണ്ടായാൽ മാത്രമേ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വെൽ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ചോയ്സ് ഓഫ് മൊമെൻ്റ് ഇപ്പോൾ പഠിച്ചപ്പം അതിലൊരു കാര്യം കൂടെ നമ്മൾ അറിയണം. ഈ പാനൽ ടു പാനൽ ട്രാൻസിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ 6 ടൈപ്സ് ഓഫ് പാനൽ ടു പാനൽ ട്രാൻസിഷൻ ഉണ്ട്, ചേഞ്ച് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാനലിൽ നിന്ന് അടുത്ത പാനലിൽ എന്ത് കാണിക്കാം എന്നുള്ളതാണ്. അതിൽ പോലും 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ വാട്ട് ആർ ദോസ് 6 ടൈപ്സ് ഓഫ് ട്രാൻസിഷൻസ്? ദ ഫസ്റ്റ് വൺ ഇസ് മൊമെൻറ്റ് ടു മൊമെൻറ്റ് ട്രാൻസിഷൻ. അതായത് സിംഗിൾ ആക്ഷൻ ഇസ് കട്ട് ഇൻ ടു എ സീരീസ് ഓഫ് മൂവ്മെൻറ്റ്സ്, എ സീരീസ് ഓഫ് ആക്ഷൻസ്. ഒറ്റ മൊമെൻറ്റിനെ തന്നെ എന്താണ് അതിലും തന്നെ കട്ട് ചെയ്ത് ഒരുപാട് ആക്ഷൻസ്. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു ആക്ഷൻ, ഒരു മൂവാണ്, ഒരു എന്താ മൊമെൻ്റാണ്. ഞാനിങ്ങനെ പയ്യെ തിരിയുന്നു എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ ഞാൻ ഇത്രയും തിരിഞ്ഞു, വേറൊരു ഫ്രെയിമിൽ ഇത്രയും തിരിഞ്ഞു, വേറൊരു ഫ്രെയിമിൽ ഇത്രയും തിരിഞ്ഞു, വേറൊരു ഫ്രെയിം, ഇങ്ങനെ ഒരു മൊമെൻറ്റിന് ഐ കട്ട് ഇൻ ടു സീരീസ് ഓഫ് ആക്ഷൻസ് ആൻഡ് സീരീസ് ഓഫ് പാനൽസ് ആണെങ്കിൽ യു ആർ ക്രിയേറ്റിംഗ് സം കൈൻഡ് ഓഫ് സസ്പെൻസ് ചെയ്യുക. കാര്യം ഒരു ആക്ഷനെ തന്നെയാണ് നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പല പാനൽസിലാക്കുന്നത്. ഇതാണ് മൊമെൻറ്റ് ടു മൊമെൻറ്റ് ട്രാൻസിഷൻ. യു നോ വാട്ട് എക്സാക്ട്ലി ഈസ് ദ സെക്കൻഡ് ട്രാൻസിഷൻ? ആക്ഷൻ ടു ആക്ഷൻ ട്രാൻസിഷൻ. അത് ഒരു ആക്ഷൻ, ഒരു പാനലിൽ ഒരു ആക്ഷനേ വരുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അയാൾ നടക്കുന്നൊരു ആക്ഷൻ, കീയുടെ കാണുന്നൊരു ആക്ഷൻ, കീ പിക്ക് ചെയ്യുന്നൊരു ആക്ഷൻ, അയാൾ വീണ്ടും നടക്കുന്ന ആക്ഷൻ, തുറക്കുന്ന ആക്ഷൻ, ലീപ്പ് ചെയ്യുന്ന ആക്ഷൻ. ഇവിടെ ആക്ഷൻ ടു ആക്ഷനാണ്. ഈ ആക്ഷൻ ടു ആക്ഷന് മൊമെൻറ്റ് ടു മൊമെൻ്റ് ആക്കുന്നത് എങ്ങനെയെന്നറിയോ? അയാൾ നടക്കുന്നു, അടുത്ത പാനൽ അയാളുടെ മുഖം കാണിക്കുന്നു, നടക്കുമ്പോൾ അയാളുടെ മുഖം വിയർത്തൊലിച്ചിരിക്കുന്നു. പിന്നെയും വീണ്ടും അയാളെ കാണിക്കുന്നു, അയാളുടെ കൈ ഭയങ്കര സ്പീഡിൽ നടക്കുന്നു, അതിൻ്റെ ആക്ഷൻ. അതിൻ്റെ കാലിൻ്റെത് നമുക്ക് ഒറ്റ ആക്ഷനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത്, അപ്പം നമ്മൾ എന്താണ് സസ്പെൻസാണ്, ഇയാൾ പോകുന്നത് വേറെ എങ്ങോട്ടുമാണ് എന്ന് പറയുന്നൊരു സസ്പെൻസ് ഉണ്ടാകും. ആക്ഷൻ ടു ആക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒറ്റ ആക്ഷൻ ഒരു ഫ്രെയിം, കൂടുതൽ എന്താ ഈ ഇതൊന്നും ഡെക്കറേഷൻ വേണ്ട. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ. ഇനി തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ടു സബ്ജക്റ്റ് ട്രാൻസിഷനാണ്. ട്രാൻസിഷൻസ് അക്രോസ് സബ്ജക്ട്സ് വിത്തിൻ എ സീൻ. ഇത് ഉദാഹരണത്തിന് 4 പേര് സംസാരിക്കുന്നു, അല്ലെങ്കിൽ 2 പേര് സംസാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഫ്രെയിമിൽ ഞങ്ങൾ 2 പേരെ കൂടെ കാണിക്കുന്ന ഒരു ഫ്രെയിം. സെക്കൻഡ് പാനലിൽ എന്താ ഞാൻ അങ്ങോട്ട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്ന ഒരു ഫ്രെയിം. അടുത്ത പാനലിൽ അയാളെ മാത്രം കാണിച്ച് അയാൾ എനിക്കെതിരെ സമാധാനമായിട്ട് സംസാരിക്കുന്ന ഒരു പാനൽ. പിന്നെയും 2 പേരും കൂടെ. പിന്നെ ഞാൻ അയാളെ അടിക്കുന്ന ഒരു പാനൽ. പിന്നെ അയാൾ എന്നെ തിരിച്ചടിക്കുന്ന ഒരു പാനൽ. നമുക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, സബ്ജക്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കാണിക്കുന്നു, അയാളെ കാണിക്കുന്നു, അയാളെ കാണിക്കുന്നു, എന്നെ കാണിക്കുന്നു. സബ്ജക്റ്റ് ടു സബ്ജക്റ്റ് ട്രാൻസിഷൻ. ഓക്കെ, അതാണ് തേർഡ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ. ഫോർത്ത് വൺ സീൻ ടു സീൻ ട്രാൻസിഷനാണ്. ഇവിടെ സീൻ തന്നെ മാറുകയാണ്. ഞാൻ നടക്കുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീണ്ടും ഞാൻ നടക്കുന്നു. വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവമില്ലേ, ഇത് നമ്മൾ മറ്റേ സിനിമയിൽ കണ്ടിണക്ക് പാല് കാച്ച് കല്യാണം പാല് കാച്ച്, ഇതിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇത് സീൻ ടു സീൻ ട്രാൻസിഷനാണ്. 4ാമത്തെ ട്രാൻസിഷനാണ്. ഇനി 5ാമത്തെ ട്രാൻസിഷൻ. ഇതാണ് ആസ്പെക്ട് ടു ആസ്പെക്ട് ട്രാൻസിഷൻ. പറഞ്ഞുതരാം. ഉദാഹരണത്തിന് മഴ. ഒരു സ്ട്രീറ്റ് കാണിക്കുകയാണ്. ഈ സ്ട്രീറ്റിലാണ് ഇവിടെ ആക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ആ സ്ട്രീറ്റിൽ മഴ നല്ല കോടിച്ചൊരിയുന്ന മഴയാണെന്നുള്ളത് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ പറയുന്ന കണക്ക് ഒരു പുഴ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന, ഈ നഗരത്തിനടുത്തൂടെ ഒഴുകുന്ന. അടുത്ത ഷോട്ടിൽ ഇങ്ങനെ ഈ റൂഫിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ശക്തിയോടെ വെള്ളം വീഴുന്ന ഒരു ഫ്രെയിം പാനൽ ഞാൻ കാണിക്കും. അടുത്ത് ഞാൻ കാണിക്കുന്ന ആൾക്കാർ കുടയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഇത് ഒരു പാനൽ. പിന്നെ
ഇതുപോലെ കടുത്ത മഴയത്ത് ഈ ഒരു പട്ടി ഒരു എന്തിൻ്റെങ്കിലും വെയിറ്റ് ഷെഡിനകത്തോ വല്ലതും കയറിയിരിക്കുന്നതിൻ്റെ അടുത്ത പാനൽ നോക്ക്. മഴ ഭയങ്കര ഭീതി ഉണർത്തുന്ന തരം മഴ എന്ന് കാണിക്കാൻ വേണ്ടി, ഞാൻ ആ മൂഡ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഐ യൂസ്ഡ് സെവറൽ പാനൽസ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, കോരിച്ചൊരിയുന്ന മഴ. പക്ഷേ അത് ആ മൂഡ് അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഐ യൂസ്ഡ് സോ മെനി പാനൽസ്. അപ്പോൾ അവിടെ എന്താണ് ആസ്പെക്ട് ടു ആസ്പെക്ട്, പിന്നെ ഇതാണ് ട്രാൻസിഷനാണ്. ഇത് എന്ത് കാര്യവും ഒരാളുടെ ദേഷ്യം, മറ്റത് ഇപ്പോൾ ഒരാളുടെ ദേഷ്യം, എനിക്ക് ദേഷ്യം വരുന്നു, ഒറ്റ കാര്യമാണ്. അപ്പോൾ എൻ്റെ പുരികം, എൻ്റെ കണ്ണിങ്ങനെ ഫോക്കസ് ചെയ്തൊരു പാനൽ, കണ്ണിങ്ങനെ ഇങ്ങനെ വലിയ കണ്ണായിട്ടിരിക്കുന്നു. അടുത്ത പാനലിൽ എൻ്റെ കൈ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നു. വേറൊന്നിൽ ഇങ്ങനെ ഒറ്റ കാര്യത്തിൻ്റെ പല ആസ്പെക്റ്റ് കാണിക്കും. ദാറ്റ്സ് ഓൾസോ ആസ്പെക്ട് ടു ആസ്പെക്ട് ട്രാൻസിഷൻ. ദ ലാസ്റ്റ് വൺ ഇസ് നോൺ സെക്യൂട്ടർ. നോൺ സെക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സീരീസ് ഓഫ് സീമിംഗ്ലി നോൺ സെൻസിക്കൽ ഇമേജസ് ഓഫ് വേർഡ്സ്. ചിലപ്പോൾ ആവശ്യം വരും. ഒരു ബന്ധവുമില്ലാത്ത കുറേ പാനൽസ്. നല്ല ക്ലിയർ ആയിട്ട് പോകുന്ന സ്റ്റോറിയിൽ ചിലപ്പം ചില ഘട്ടങ്ങളിൽ ഇതിനൊക്കെ ചില ക്രിയേറ്റിവിറ്റി നമ്മൾ ഗുഡ് റൈറ്റേഴ്സ്, ഗുഡ് കോമിക് റൈറ്റേഴ്സ് കൊണ്ടുവരാറുണ്ട്. അപ്പം നമ്മൾ 6 ട്രാൻസിഷൻ പഠിച്ചു. ഫസ്റ്റ് വൺ മൊമെൻറ്റ് ടു മൊമെൻറ്റ് ട്രാൻസിഷൻ, സെക്കൻഡ് വൺ ആക്ഷൻ ടു ആക്ഷൻ, തേർഡ് വൺ സബ്ജക്റ്റ് ടു സബ്ജക്റ്റ്, ഫോർത്ത് വൺ സീൻ ടു സീൻ, fifth aspect to aspect, sixth non sequitur. Once you have picked the right moment, next you have to take a call on what fills your frame. ഫ്രെയിം നമുക്കറിയാം, ഒരു പാനലിനകത്ത് എന്ത് വരണം. നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രം വരണോ, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് വരണോ, അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ബിൽഡിങ്സ് വരണോ, സബ്ജക്റ്റിൻ്റെ കൂടെ 1-2 ക്യാരക്ടേഴ്സും കൂടെ വരണോ, സബ്ജക്റ്റിൻ്റെ എത്ര അടുത്തായിരിക്കണം ക്യാമറ, അല്ലെങ്കിൽ ക്യാമറ അല്ല, ഈ പാനൽ സബ്ജക്റ്റിൻ്റെ ക്ലോസപ്പ് ആയിരിക്കണോ, സബ്ജക്റ്റിൽ നിന്ന് പുൾ ബാക്ക് ചെയ്ത് ആയിരിക്കണോ. ഒരുപാട് ചോയ്സസ് ആണ്. ഓരോ ചോയ്സും അതിൻ്റേതായിട്ടുള്ള മീനിങ്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, ഇമോഷണൽ ഇമ്പാക്റ്റ് കാഴ്ചക്കാരിൽ ഉണ്ടാക്കും എന്ന് കൂടി അറിഞ്ഞിരിക്കണം. സോ കോമ്പോസിഷണൽ ഫാക്ടേഴ്സ് ലൈക്ക് ക്രോപ്പിംഗ്, അതുപോലെ ബാലൻസ്, അതുപോലെ ടിൽറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ചോയ്സ് ഓഫ് ഫ്രെയിമിൽ. തേർഡ് വൺ ഇസ് ചോയ്സ് ഓഫ് ഇമേജ്. നമ്മൾ ചോയ്സ് ഓഫ് മൊമെൻറ്റ് കഴിഞ്ഞു, ചോയ്സ് ഓഫ് വാട്ട് ഫ്രെയിം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് ചോയ്സ് ഓഫ് ഇമേജ്. ഇങ്ങനെ ഇമേജ്, എന്ത് ഇമേജാണ് എൻ്റെ പാനൽസിന് ഉണ്ടാവേണ്ടത്? ഫസ്റ്റ് തിങ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ക്ലാരിറ്റി, ബി സ്പെസിഫിക്. അറിയാം, നമുക്ക് ഒരു ഇമേജ് വരയ്ക്കാനുള്ള ബേസിക് സ്കിൽസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവണം, അല്ലേ? ഒരു വ്യക്തിയെ നമുക്ക് വരച്ചു തുടങ്ങാൻ നേരത്തെ ഏറ്റവും വലിയ പ്രശ്നം കണ്ണാണ്, അല്ലേ? കണ്ണെന്ന് പറഞ്ഞാൽ ഒരെണ്ണം താന്നിരിക്കും, ഒരെണ്ണം വേർന്നിരിക്കും. പിന്നെ കൈ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാം അതൊക്കെ. പക്ഷെ നിങ്ങൾ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈവൻ സ്റ്റിക്ക് ഫിഗേഴ്സ് ആണെങ്കിൽ പോലും, ക്രൂഡായിട്ടുള്ള ഫിഗേഴ്സ് ആണെങ്കിൽ പോലും, അവരുടെ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, പേഴ്സ്പെക്റ്റീവ്സ്, ഏത് ആംഗിളിൽ നിന്ന് അവർ നോക്കുന്നു, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനാറ്റമി ആണെങ്കിലും അവരുടെ അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് ആണെങ്കിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഡ്രോയിങ് ഫോർ വാട്ട് കോമിക്സ്. ഇപ്പോൾ ഒരു പ്ലേസ്, ഒരു ബിൽഡിംഗ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹോം കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്യാരക്ടേഴ്സ് റൂം. ദ ഡീറ്റെയിൽസ് ഇൻ ദാറ്റ് റൂം really tell a lot about the character who's living inside that, in that apartment. അവിടെയുള്ള ബെഡ്റൂം എങ്ങനെ കിടക്കുന്നു, ബെഡ്റൂമിലെ ബെഡ് എങ്ങനെ കിടക്കുന്നു, പുസ്തകങ്ങൾ എങ്ങനെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നു. ദർ റണ്ണിങ് കമൻട്രി അബൌട്ട് ദ സബ്ജക്റ്റ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നിങ്ങൾ വരയ്ക്കുമ്പം കീപ് ദീസ് തിങ്സ് ഇൻ യുവർ മൈൻഡ്. വാട്ട് യു ഷോ ഇൻ യുവർ ഫ്രെയിം. നിങ്ങളുടെ ആ ഫ്രെയിമിൽ കാണിക്കുന്ന ഇമേജിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. യു മസ്റ്റ് പുട്ട് ഓൾ ദ റിലവൻറ്റ് ഡീറ്റെയിൽസ്. നല്ല വരയ്ക്കാനുള്ള സ്കില്ല്. രണ്ടാമത്തെ കാര്യം, ഇവിടെയൊക്കെ ചോയ്സാണ്. എന്തൊക്കെ ഇമേജ്, ആ ഫ്രെയിമിനുള്ളിൽ എന്തൊക്കെ കോമ്പോസിഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ്, എന്തൊക്കെ ഐ ഹാവ് ടു ഇൻക്ലൂഡ്. അടുത്ത ചോയ്സ് ഓഫ് ഫ്ലോ. ഹൗ ടു ഗൈഡ് യുവർ റീഡർ ഫ്രം പാനൽ ടു പാനൽ. ആ പാനലിലൂടെ എങ്ങനെ കൊണ്ടുവരും, വേർഡ്സിൽ അല്ല ഈ പറയുന്ന കണക്ക് ഓരോ പാനലിൽ നിന്ന് അടുത്ത പാനലിലോട്ട് നിങ്ങൾ എങ്ങനെ ഗൈഡ് ചെയ്ത്, സ്റ്റോറി മേക്കിംഗ്, സ്റ്റോറി റൈറ്റിംഗ് സ്കില്ലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഈ പാനൽസിനകത്ത് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ പാനൽസ് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നുള്ളതാണ് ചോയ്സ് ഓഫ് ഫ്ലോ. നമുക്കറിയാം, ദർ ഇസ് ആൻ അൺറിട്ടൺ കോൺട്രാക്ട്.
പാനൽസ് ആർ റെഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അത് കഴിഞ്ഞിട്ട് അത് കറങ്ങി ബോട്ടമിലോട്ട് വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം? ഈ പാനൽസിൻ്റെ ഷേപ്പ് എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ ദേ ബിക്കം റിയലി ബോറിങ്. അപ്പം ബോറിങ് ആവുന്നതുകൊണ്ട് നമുക്ക് ആ പാനൽസിൻ്റെ ചില പാനലിനൊക്കെ സൈസ് കൂട്ടും. പക്ഷേ എന്നാലും റീഡറിൻ്റെ കണ്ണിൽ ജാറിങ് ആവരുത്, ഡിസ്റ്റർബിങ് ആവരുത് നിങ്ങളുടെ പാനൽസിൻ്റെ വലുപ്പം. ചിലതൊന്നും പാനൽസിന് ഫ്രെയിം പോലും കാണാത്ത ഒരാൾ ഇടിക്കുന്നത്, ആ കൈ മുഷ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ബാക്കിയുള്ള പാനലും കടന്ന് താഴെ വരെ ഉണ്ടായിരിക്കും. ആ ഇടിയുടെ ഇമ്പാക്റ്റാണ്. അവിടെ നിങ്ങൾ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കൊണ്ടുവരികയാണ് ആ പേജിന് മുഴുവൻ നിങ്ങൾ ലൈഫ് കൊടുക്കുകയാണ്. പക്ഷേ എല്ലാ പേജസും ഇതായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ബോറടിക്കും. ദ ലാസ്റ്റ് വൺ ഇസ് ചോയ്സ് ഓഫ് വേർഡ്. നമുക്കറിയാം ഈ ഡയലോഗ് പാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ തോട്ട് ബബിൾസ് ഉണ്ട്. ഇവിടെയൊക്കെ എന്ത് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡയലോഗും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും ആ ക്യാരക്ടറിൻ്റെ സിഗ്നേച്ചറും കൂടെയാണ്. അയാൾ എങ്ങനെ സംസാരിക്കും എന്നുള്ള ഒരു ശൈലി നമ്മൾ ഉണ്ടാക്കുകയാണ്. ദേ ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഈ വേർഡ്സും ഇമേജസും കൂടെ ചേർന്നാണ് വി ക്രിയേറ്റ് വോട്ട് കോമിക്സ്. സോ ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏതൊക്കെ വാക്കുകൾ ഇൻക്ലൂഡ് ചെയ്യും, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കോമിക്സ് ഡ്രോയിങ്.